ഗസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിൽ വൻ ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിടുന്നത്. ജനീനിലാണ് 2 പതിറ്റാണ്ടിനിടെയുള്ള ഏറ്റവും വലിയ നരനായാട്ട് നടക്കുന്നത്. ഗസയ്ക്ക് സമാനമായി പ്രേതനഗരമായി മാറിയിരിക്കുകയാണ് ജനീനെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജനീൻ ഗവർണർ തന്നെ ഇക്കാര്യം തുറന്നടിച്ചതുമാണ്. ഇതിനിടെയാണ് ഇസ്രായേലിനെ ഞെട്ടിച്ച് വെസ്റ്റ് ബാങ്കിൽ അസാധാരണമായൊരു ആക്രമണം നടക്കുന്നത്. ഇസ്രായേൽ അനധികൃതമായി പിടിച്ചടക്കിയ പ്രദേശത്തെ ഏറ്റവും സുരക്ഷിതമായ സൈനിക വാച്ച് ടവറുകളിലൊന്നിൽ ഒറ്റയ്ക്ക് കടന്നുകയറി ആക്രമണം നടത്തിയിരിക്കുകയാണ് ഒരു ഫലസ്തീൻ യുവാവ്. ടവറിന്റെ ഒരു നില നിയന്ത്രണത്തിലാക്കിയ ശേഷമായിരുന്നു സൈനികർക്ക് നേരെ യുവാവ് വെടിയുതിർത്തത്. സംഭവത്തിൽ 2 സൈനികർ തൽക്ഷണം കൊല്ലപ്പെട്ടു. 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വെസ്റ്റ് ബാങ്കിലെ തൂബാസിലുള്ള തയാസീറിലാണ് കഴിഞ്ഞ തിങ്കളാഴ്ച സംഭവം നടന്നത്. തയാസീറിലുള്ള ഇസ്രായേൽ ചെക്ക് പോയിന്റിന് തൊട്ടടുത്തുള്ള വാച്ച് ടവറിലാണ് ആക്രമണം ഉണ്ടായത്. വെസ്റ്റ് ബാങ്കിൽ അതീവ സുരക്ഷയുള്ള മേഖലകൾ ഒന്നാണിവിടെ. ചുറ്റും വൻ സൈനിക സന്നാഹങ്ങൾ നിൽക്കുകയായിരുന്നു. അവരുടെ എല്ലാം കണ്ണുവെട്ടിച്ച് അതിവിദഗ്ധമായി ഒരു ഫലസ്തീനി യുവാവ് വാച്ച് ടവറിലേക്ക് കടന്നു കയറിയത്. ബുള്ളറ്റ് പ്രൂഫ് മേലങ്കി അണിഞ്ഞാണ് യുവാവ് എത്തിയതെന്ന് ഇസ്രായേൽ ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് സൈനികരുടെ കൈകളിലൊന്നും ആയുധമുണ്ടായിരുന്നില്ല. അകത്തു കയറിയ യുവാവ് ടവറിന്റെ ഏറ്റവും മുകൾ നില നിയന്ത്രണത്തിലാക്കി. തുടർന്ന് സൈനികർക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു. ഈ സമയത്ത് ഇസ്രായേൽ എയർഫോഴ്സിന്റെ ഡ്രോണുകൾ ടവറിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. എന്നാൽ തങ്ങളുടെ തന്നെ സൈനികരെ അപകടത്തിലാക്കുമെന്ന് ഭയന്ന് ഡ്രോൺ ആക്രമണത്തിന് മുതിർന്നില്ലെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിവരമറിഞ്ഞ് കൂടുതൽ സൈനികർ സ്ഥലത്തേക്ക് കുതിച്ചെത്തുകയും യുവാവിനെ കൊലപ്പെടുത്തുകയുമായിരുന്നു. ഏറെ സമയം പണിപ്പെട്ടിട്ടും യുവാവിനെ കീഴടക്കാൻ സൈനികർക്കായില്ല. ടവറിലെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറി മാറി സൈന്യത്തിനെതിരെ തുരുതുരാ വെടിയുതിർക്കുകയായിരുന്നു ഇയാൾ. ഏറെ നേരം നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് യുവാവ് കൊല്ലപ്പെടുന്നത്. അതീവ സുരക്ഷാ മേഖലയായി ഇസ്രായേൽ കണക്കാക്കുന്ന സ്ഥലത്തെക്കുറിച്ചും ഇവിടുത്തെ സൈനിക നീക്കങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയുള്ളയാളാണ് ആക്രമിയെന്നാണ് IDF വിലയിരുത്തിയത്. റിസർവ് സൈന്യത്തിന്റെ ഭാഗമായ സൈനികർക്കാണ് പരിക്കേറ്റതെന്ന് ഇസ്രായേൽ മാധ്യമമായ മാരിവ് റിപ്പോർട്ട് ചെയ്തു. നേരത്തെ വെസ്റ്റ് ബാങ്കിലെ തന്നെ തൊമ്മൂനിൽ വിന്യസിക്കപ്പെട്ട ബറ്റാലിയന്റെ ഭാഗമായിരുന്നു ഇവർ. അവിടെ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ എല്ലാവരെയും തയാസീറിലേക്ക് മാറ്റുകയായിരുന്നു. ഇത്രയും സുരക്ഷയുള്ള ഒരു ആർമി താവളത്തിൽ എങ്ങനെ ആയുധധാരിയായ ഒരാൾ കടന്നുകയറി അതിശക്തമായ ആക്രമണം നടത്തിയെന്ന അങ്കലാപ്പിലാണ് IDF. അതിഗുരുതരവും അംഗീകരിക്കാനാവാത്തതുമാണ് ആക്രമണമെന്നാണ് സൈനിക വൃത്തങ്ങൾ ആദ്യം പ്രതികരിച്ചത്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഓപ്പറേഷൻ നടത്തിയതെന്നും സൈന്യം വിലയിരുത്തുന്നു. സംഭവത്തിന് പിന്നാലെ പ്രദേശത്ത് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചതായി ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനായ കാൻ റിപ്പോർട്ട് ചെയ്തു. തയാസീർ ചെക്ക് പോയിന്റ് നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. IDF പ്രത്യാക്രമണത്തിന് ഒരുങ്ങുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം IDF വാച്ച് ടവർ ആക്രമണത്തെ ഹമാസും ഇസ്ലാമിക് ജിഹാദ് മൂവ്മെന്റും സ്വാഗതം ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും തക്കതായ ശിക്ഷ ലഭിക്കുമെന്നാണ് തയാസീർ ചെക്ക് പോയിന്റ് ഓപ്പറേഷൻ വിളിച്ചു പറയുന്നതെന്ന് വാർത്താക്കുറിപ്പിൽ ഹമാസ് പറഞ്ഞു. നമ്മുടെ ജനങ്ങളുടെ മനോവീര്യത്തെയും ചെറുത്തുനിൽപ്പിനെയും അവർക്ക് ദുർബലപ്പെടുത്താനാകില്ലെന്നുകൂടിയാണ് ഇത് തെളിയിക്കുന്നത്. പോരാളികളായ ഫലസ്തീൻ യുവാക്കളുടെ നിശ്ചയദാർഢ്യം ഊട്ടിയുറപ്പിക്കുന്നു ഇത്. വെസ്റ്റ് ബാങ്കിലെ സൈനിസ്റ്റ് ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്കെതിരെ പോരാട്ടവും ധീരമായ ചെറുത്തുനിൽപ്പും ഇനിയും തുടരുമെന്നും ഹമാസ് വ്യക്തമാക്കി. ധീരവും തന്ത്രപരവുമായ ഓപ്പറേഷനാണ് തയാസീറിൽ നടന്നതെന്ന് ഇസ്ലാമിക് ജിഹാദ് മൂവ്മെന്റ് പ്രതികരിച്ചു. ഇസ്രായേൽ അധിനിവേശ സേനയുടെ ക്രൂരതകൾക്കെതിരായ ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പോരാട്ടത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും നിദർശനമാണിതെന്നും സംഘടന പറയുന്നു.